ഈ വേനൽക്കാലത്ത് ഓട്സിനെ ബേസ് ചെയ്ത് 2 ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഇത് വളരെ ടേസ്റ്റി ആണെന്നുള്ളത് മാത്രമല്ല, നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ വളരെയധികം ഉപകരിക്കുകയും ചെയ്യും. ഞാനൊരല്പം പാല്, ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, ഇതിലേക്ക് ചിയ സീഡ്സ് അഥവാ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബോഡി വെയ്റ്റ് കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കും. വലിയ വിലയൊന്നുമില്ല. ഇത് എല്ലാ പലചരക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റ്സിലും എല്ലാം അവൈലബിൾ ആണ്. ഇത് 1 ടീസ്പൂൺ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി വെച്ച് ഒന്ന് കുതിർന്നിരിക്കട്ടെ. ആ സമയം കൊണ്ട് ബാക്കി സംഗതികളൊക്കെ റെഡിയാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഓട്സ് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓട്സ് നല്ല മൂത്തൊരു മണമൊക്കെ വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി നോക്കുമ്പോൾ തന്നെ നല്ലോണം പൊടിഞ്ഞു വരും. ഇല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഉടനെ തന്നെ പാത്രം മാറ്റി വെക്കണം. ഞാനിതൊരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കപ്പലണ്ടിയാണ്, ഉപ്പില്ലാത്ത കപ്പലണ്ടി. പിന്നെ വേണ്ടത് നല്ല ശുദ്ധമായ തേനാണ്. അതും റെഡിയാക്കി വയ്ക്കുക. നമ്മുടെ ചിയ സീഡ്സ് അഥവാ കസ്കസ് നല്ലപോലെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാലിനൊരു ചെറിയൊരു കൊഴുപ്പൊക്കെ ഫീൽ ചെയ്യും. ഇത് ശരീരത്തിൻ്റെ ഉഷ്ണം കുറയ്ക്കാനും വളരെ നല്ലതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് കുരുവൊക്കെ കളഞ്ഞു വയ്ക്കാം. ഞാനൊരു 4 ഡേറ്റ്സ് കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പാലും എടുത്തിട്ടുണ്ട്. ഇത് തണുത്ത പാലാണ്. ഇനി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു റോബസ്റ്റ പഴം ഇട്ട് കൊടുക്കണം. നമ്മുടെ ആദ്യത്തെ ഡ്രിങ്കിന് റോബസ്റ്റ പഴമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലവണ്ണം പഴുത്ത പഴമാണ്, അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് പൊട്ടിച്ചിടാം. ഇതിൻ്റെ കൂടെ ഡേറ്റ്സും ഇട്ട് കൊടുക്കാം. ഒരുപാട് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. ഞാനിപ്പോൾ 4 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം പാല് ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച പാൽ ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച പാലാണ് ഉപയോഗിക്കുന്നത്. അരച്ചെടുക്കട്ടെ. ഇനി നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യുമ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇപ്പം മിക്സിയിൽ അരച്ചെടുത്ത പഴവും ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം വല്ലാതെ അരഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ പീസസൊക്കെ കടിച്ചെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ഞാനെടുത്ത ഗ്ലാസ് ഒരല്പം ചെറുതായിപ്പോയി. കുറച്ചുകൂടെ വലിയ ഗ്ലാസ് ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിന് കസ്കസ് ചേർത്ത പാലൊഴിക്കാം. ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇനി ഒരല്പം മധുരത്തിന് വേണ്ടി ഞാൻ തേൻ കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തേൻ. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് ക്രഷ് ചെയ്ത നട്ട്സും ചേർക്കാം. കപ്പലണ്ടി തന്നെ മതി. വലിയ കോസ്റ്റ്ലി നട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നേരത്തെ മീലായിട്ട് തന്നെ കഴിക്കാം. ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം ഇതിലുണ്ട്. ഇനി ഞാൻ മറ്റൊരു രീതിയിലൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി നല്ല പഴുത്ത ഒരു മാമ്പഴമാണ് ഉപയോഗിക്കുന്നത്. പഴത്തിന് പകരം മാമ്പഴം. അതിലേക്ക് ഒരു 2 ഈന്തപ്പഴം കുരു കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പാലും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ മാമ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഈന്തപ്പഴം കുറച്ച് ചേർക്കുന്നുള്ളൂ. അതുപോലെ തേനും ഞാൻ ഉപയോഗിക്കുന്നില്ല. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓട്സ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ മിക്സിയിൽ അരച്ച മാമ്പഴവും ഈന്തപ്പഴവും അതും ചേർത്ത് കൊടുക്കുക. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഇത് സ്മൂത്തി ആയിട്ടോ ഡ്രിങ്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്കാക്കാം. ഏതായാലും ഒരു നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ്. ആവശ്യത്തിന് കസ്കസ് ചേർത്ത പാലും ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ഇട്ട് കൊടുക്കാം. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. രണ്ടും ചെയ്തു നോക്കൂ. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ വേറെ ഏത് പഴങ്ങളും യൂസ് ചെയ്യാം. ആപ്പിൾ ഉപയോഗിച്ചോ പപ്പായ ഉപയോഗിച്ചോ ഒക്കെ ചെയ്യാം.
എല്ലാം ടേസ്റ്റി തന്നെയാണ്, വളരെ ഹെൽത്തിയുമാണ്. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ സമ്മറിൽ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.